Dear students, welcome to 101.5 FM Akashawani Kannur. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എല്ലാവർക്കും റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലിനുകുമാർ MC. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഴീക്കോട് മീൻകുന്ന് സ്കൂളിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടുത്തെ ഫിസിക്സ് അധ്യാപകനാണ്. നമുക്ക് ഇന്നത്തെ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുന്ന ടീമിനെ പരിചയപ്പെടാം. ടീം എ. എൻ്റെ പേര് അബിൻ ജോർജ് തോമസ്. എൻ്റെ പേര് ശ്രീഹരി പ്രതീശൻ, നിർമ്മല HSS ചെമ്പേരി. ടീം ബി. എൻ്റെ പേര് വിഷ്ണു KJ. എൻ്റെ പേര് ഡിയോൺ ജോർജ്. ഞങ്ങൾ വയട്രുമ്പ് സെൻറ് ജോസഫ് HSS വരുന്നു. ടീം സി. എൻ്റെ പേര് മീഗൽ സെലസ്റ്റ്യൻ. എൻ്റെ പേര് അലീന ജേക്കബ്, സെൻറ് ജോസഫ് HS പുലിക്കുരുമ്പ. ടീം ഡി. എൻ്റെ പേര് നിവേദ് സിയാം. എൻ്റെ പേര് ആദർശ സ്റ്റേഷ്. ഞങ്ങൾ AVS GHSS കരിവള്ളൂർ സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് മാളവിക ES. എൻ്റെ പേര് അനന്യ സജി, GHS രേറോം. നമുക്ക് 3ാം റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഈ റൗണ്ടിലും 3 മാർക്കായിരിക്കും ഓരോ ചോദ്യത്തിനും ലഭിക്കുക. ചോദ്യം അടുത്ത ടീമിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിന് 2 മാർക്ക് കിട്ടും. ഇനി ആർക്കെങ്കിലും അതിനുശേഷം അറിയാമെങ്കിൽ അവർക്ക് പോയിന്റ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ടീം എയോടാണ് ചോദ്യം. പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്, അത് എങ്ങനെയാണ് വരുന്നത്? വെള്ളെഴുത്ത് എന്നാൽ എന്ത്? വാട്ട് ഈസ് ദ റീസൺ ഓഫ് പ്രസ്ബയോപ്പിയ? സിലാറി മസിൽസ് ഗെറ്റ് വീക്കെൻഡ്. ശരിയാണ്. കണ്ണിൻ്റെ സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത്, അത് വീക്കാകുന്നത് കൊണ്ട് കണ്ണിൻ്റെ ലെൻസിൻ്റെ പവർ ഓഫ് അക്കമഡേഷൻ എന്നുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ടീം എക്ക് 3 മാർക്ക് ലഭിക്കുന്നു. അടുത്തത് ടീം ബിയോടാണ്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ, അതിൻ്റെ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഓഫ് മയോപ്പിയ? ലാർജ് ഐ. ലാർജ് ഐ വ്യക്തമായ ഉത്തരമല്ല. എന്താണ്? കണ്ണിൻ്റെ ബിഗർ ലെങ്സ്. ഉത്തരം വ്യക്തമല്ല. കണ്ണിൻ്റെ ലെങ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി പോകും, അതുകൊണ്ട് അത് വലുതായി തന്നെ ഇരിക്കും. ഉത്തരം പൂർണ്ണമായി ശരിയല്ല. ടീം സി. ലോങ് ഡിസ്റ്റൻസ് കാണാൻ പറ്റൂല. ഞാൻ ചോദിച്ചിരിക്കുന്നത് മയോപ്പിയയുടെ കാരണം, റീസണാ ചോദിച്ചത്. എന്താണ് മയോപ്പിയ എന്നുള്ളതല്ല. വാട്ട് ഈസ് ദ റീസൺ ഓഫ് മയോപ്പിയ? ലാർജ് ഐബോൾ. വെരി ഗുഡ്, ലാർജ് ഐബോൾ. ഓക്കെ, നേത്രഗോളത്തിന്റെ വലുപ്പം കൂടുതലായിരിക്കും. ടീം സിക്ക് 2 മാർക്ക്. മയോപ്പിയയുടെ കാരണം നേത്രഗോളത്തിന്റെ വലുപ്പം കൂടുതലാണ്. അതുകൂടാതെ ലെൻസിന്റെ പവർ കൂടുതലാണ്. നമ്മുടെ കണ്ണിന്റെ ലെൻസിന്റെ പവർ കൂടുതൽ, അതുപോലെ തന്നെ നേത്രഗോളത്തിന്റെ വലുപ്പം കൂടുതൽ. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്, മയോപ്പിയ എന്ന് പറയുന്നത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റുമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഈ മയോപ്പിയ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് അതിനെ റെറ്റിനയിലേക്ക് ഫോക്കസ് ആക്കുക. ഉത്തരം ശരിയാണ്. അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹ്രസ്വദൃഷ്ടി അല്ല മയോപ്പിയ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. ടീം സിക്ക് 3 മാർക്ക്.
അടുത്തത് ടീം ഡിയോടാണ് ചോദ്യം. ഹ്രസ്വദൃഷ്ടിയുള്ള വ്യക്തിയുടെ ഫാർ പോയിന്റ് എത്രയായിരിക്കും? വാട്ട് ഈസ് ദ ഫാർ പോയിന്റ് ഓഫ് എ പേഴ്സൺ ഹു ഹാവ് ദ മയോപ്പിയ? ലെസ് ദാൻ ഇൻഫിനിറ്റി. വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യമുള്ള ഒരു കണ്ണിൻ്റെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് അനന്തതയായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷേ മയോപ്പിയ ബാധിച്ച ഒരാളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കില്ല, അതിനേക്കാൾ കുറവായിരിക്കും. അതായത് കണ്ണിൽ നിന്ന് ഏകദേശം ഒരു പ്രത്യേക അകലത്തിലായിരിക്കും. ടീം ഡിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. മഴവില്ല് ഉണ്ടാകുമ്പോൾ ജലകണികകളിൽ ഉണ്ടാകുന്ന പ്രതിഭാസം ഏതൊക്കെയാണ്? മഴവില്ല് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് ഒരു ജലകണികയിൽ ഉണ്ടാകുന്നത്? റിഫ്രാക്ഷൻ, ഡീവിയേഷൻ. റിഫ്രാക്ഷൻ ഉണ്ട്, ഡീവിയേഷൻ ആണോ? അത് കറക്റ്റ് ആയിട്ടൊന്ന് പറയൂ. ഡിസ്പേഷൻ. റിഫ്രാക്ഷൻ അവിടെ ഉണ്ട്. എത്ര റിഫ്രാക്ഷൻ ഉണ്ട് അവിടെ? 2 റിഫ്രാക്ഷൻ ഉണ്ട്. പിന്നെ അടുത്തതിന് എന്താ പറയാ? ഇന്റേണൽ റിഫ്ലക്ഷൻ. വെരി ഗുഡ്, ഇന്റേണൽ റിഫ്ലക്ഷൻ. 2 റിഫ്രാക്ഷനവും 1 ഇന്റേണൽ റിഫ്ലക്ഷനുമാണ് അവിടെ സംഭവിക്കുന്നത്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. മഴവില്ലിലെ വയലറ്റ് ദൃഷ്ടിരേഖയുമായി ചേർന്നുണ്ടാക്കുന്ന കോൺ അളവ് എത്രയാണ്? മഴവില്ലിലെ വയലറ്റ് ദൃഷ്ടിരേഖയുമായി ചേർന്നുണ്ടാക്കുന്ന കോൺ എത്രയാണ്? നേരത്തെ നമ്മൾ റെഡിന്റെ കോണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ വയലറ്റിന് ഒരു കോണുണ്ട്. അത് എത്രയാണ്? ടീം ഇ ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്യുന്നു. 40.6. 40.8 ഡിഗ്രി ആണ് കറക്റ്റ് ആൻസർ. ടീം ഡിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ആകാശം ഏത് നിറത്തിലാണ് കാണാൻ കഴിയുക? നമ്മൾ സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്കൈയുടെ കളർ എന്താണെന്ന് ചോദിക്കുന്നത്. ബ്ലാക്ക്. വെരി ഗുഡ് ആൻസർ, ശരിയാണ്. കറുപ്പ് നിറത്തിലാണ് കാണാൻ വേണ്ടി കഴിയുക. ടീം ഡിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എവിടെയാണുള്ളത്? കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എവിടെയാണുള്ളത്? ഇൻ വിച്ച് പ്ലേസ് ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ സിറ്റുവേറ്റഡ് ഇൻ കേരള? തൃശ്ശൂർ. ജില്ലയല്ല ഞാൻ ചോദിച്ചത്, അതിന്റെ കറക്റ്റ് സ്ഥലം പറയണം. ടീം ബി ഉത്തരം അറിയില്ല. ഇനി ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയൂ. പള്ളിവാസൽ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉള്ളത് പള്ളിവാസൽ, മൂലമറ്റം, കുറ്റ്യാടി, ഇവിടെയൊക്കെയാണ് കേരളത്തിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉള്ളത്. അടുത്ത ടീം ബിയോടാണ്. തെർമൽ പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതൊക്കെയാണ്? തെർമൽ പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതൊക്കെയാണ്? കോൾ. ഉത്തരം ശരിയാണ്, കോൾ അല്ലെങ്കിൽ കൽക്കരി. അതുപോലെ തെർമൽ പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് കൽക്കരി കൂടാതെ നാഫ്ത, ലിഗ്നൈറ്റ് ഇവയൊക്കെ തെർമൽ പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം ഇവയൊക്കെ ചൂടാക്കി അതിന്റെ ചൂട് കൊണ്ട്, നീരാവി കൊണ്ട് ടർബൈൻ കറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ടീം ബിക്ക് 3 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കായംകുളം ഉത്തരം ശരിയാണ്. കേരളത്തിലെ തെർമൽ പവർ സ്റ്റേഷൻ ഉള്ളത് നെയ്വേലി, കായംകുളം, രാമകുണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ടീം എക്ക് 3 മാർക്ക്. 3 റൗണ്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 3 റൗണ്ടുകളും കൂടി ഓരോ ടീമിനും ആകെ ലഭിച്ച മാർക്കുകൾ ഇവിടെ പറയാണ്. ടീം എക്ക് ആകെ 20 മാർക്ക് കിട്ടി. അതുപോലെ ടീം ബി ആകെ മാർക്ക് 9, ടീം സി ആകെ മാർക്ക് 5, ടീം ഡി ആകെ മാർക്ക് 21, ടീം ഇ ആകെ മാർക്ക് 10. നമ്മൾ 4ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്ക് ലഭിക്കും. അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ 3 മാർക്കായിരിക്കും അവർക്ക് ലഭിക്കുന്നുണ്ടാവും. അവർക്കും അറിയില്ലെങ്കിൽ ആർക്കെങ്കിലും ഉത്തരം പറയാം, പക്ഷെ അവർക്ക് മാർക്കൊന്നും ലഭിക്കില്ല. ഓക്കെ, 4ാം റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? കാറ്റിൽ നിന്ന് വൈദ്യുതി നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 4. ഉത്തരം ശരിയല്ല. ടീം ബി
21. ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും ഉത്തരം അറിയെങ്കിൽ 5. വെരി ഗുഡ്. ടീം ഡി ആണ് പറഞ്ഞിരിക്കുന്നത് 5ാം സ്ഥാനം. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണുള്ളത്. അതുപോലെ പവനോർജം, അത് വിൻഡ് എനർജി അല്ലെ, കാറ്റിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിൽ കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. അവിടെ 25% അവിടുത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനമുള്ളത് ജർമ്മനിക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടീം ബിയോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. OTEC എന്നാൽ എന്ത്? OTEC എന്നാൽ എന്ത്? ഇത് ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു മീൻ ബൈ OTEC. ടീം ബി, വിൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനൈസേഷൻ്റെ അതിന്റെ ഫുൾ ഫോമാണ് എനിക്ക് വേണ്ടത്, പൂർണ്ണ രൂപം. ടീം സി അറിയില്ല. OTEC ഫുൾ ഫോം മറ്റു ടീമിന് അറിയെങ്കിൽ പറയുക. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ. വെരി ഗുഡ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാൻസ്. ഇതാണ് OTECയുടെ മുഴുവൻ രൂപം. ഓക്കെ, സമുദ്രോപരിതലത്തിലെ താപനില, അതുപോലെ അതിൻ്റെ 2 കിലോമീറ്റർ താഴെയുള്ള താപനില, ഇവ തമ്മിൽ ഏകദേശം 20 കെൽവിനുള്ള വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം കെൽവിൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ വേറൊരു യൂണിറ്റാണ്. അപ്പോൾ സമുദ്രോപരിതലത്തിലും അതുപോലെ തന്നെ 2 കിലോമീറ്റർ താഴ്ചയിലും ഉള്ള താപവ്യത്യാസം 20 കെൽവിനാണ്. അപ്പോൾ ഉപരിതലത്തിലെ ചൂട് അമോണിയ പോലുള്ള എളുപ്പം ബാഷ്പീകരിക്കുന്ന ദ്രാവകത്തെ തിളപ്പിക്കുന്നു. ഇതുപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. അങ്ങനെ ഈ ടർബൈനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ താഴെയുള്ള തണുത്ത ജലം ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ച് ദ്രാവകമാക്കുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സമുദ്രജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ടീം സിയോടാണ്. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സമവാക്യം. ഐൻസ്റ്റീന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സമവാക്യമാണ് ദ ഇക്വേഷൻ ഫോർ എനർജി ആൻഡ് മാറ്റർ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് മാറ്റർ? ഫിസിക്സ് പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ കേൾക്കുന്ന ഒരു സമവാക്യമാണ്. ഐൻസ്റ്റീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഐൻസ്റ്റീൻ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു സമവാക്യം എന്താണ്? ആ സമവാക്യമാണ് നിങ്ങൾ പറയേണ്ടത്. ടീം ഡി, E = mc². വെരി ഗുഡ്. E = mc². E എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ് അല്ലെ. M എന്താണ്? മാസ്. C എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. വെരി ഗുഡ്. E = mc². ഐൻസ്റ്റീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമവാക്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷമുള്ള പല കാര്യങ്ങളും വരുന്നത് അല്ലേ. ആറ്റം ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ ന്യൂക്ലിയർ പവർ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഐൻസ്റ്റീൻ്റെ ലോക പ്രശസ്തമായ ഇക്വേഷനാണ് E = mc². ടീം ഡിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണുള്ളത്? കോട്ട, താരാപൂർ. ശരിയാണ്. കോട്ട, താരാപൂർ, കൽപ്പാക്കം, കൂടംകുളം, ഇവിടെയൊക്കെ ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളുണ്ട്. ടീം ഡിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. LNGയുടെ പൂർണ്ണ രൂപമെന്ത്? LNGയുടെ പൂർണ്ണ രൂപമെന്ത്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ശരിയാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ഇതാണ് LNGയുടെ പൂർണ്ണ രൂപം. ടീം ഇക്ക് 5 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. പെട്രോളിയത്തിൽ നിന്നും LPG ഉണ്ടാക്കുന്നത് എങ്ങനെ? ഏത് പ്രോസസ്സ് വഴിയാണ് എന്നാണ് ഉദ്ദേശിച്ചത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ശരിയാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശിക സ്വേദനം വഴിയാണ് പെട്രോളിയത്തിൽ നിന്നും LPG ഗ്യാസ് വേർതിരിക്കുന്നത്. ടീം ഇക്ക് 5 മാർക്ക്. അടുത്ത ടീം ഡിയോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ എത്രയായി തരംതിരിക്കാം? 4. 4ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്, പീറ്റ്. വെരി ഗുഡ്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനറ്റ് കോൾ, ആന്ത്രസൈറ്റ്. ടീം ഡിക്ക് 5 മാർക്ക് ലഭിക്കുന്നു. അടുത്തത് ടീം സിയോടാണ്. CNGയുടെ പൂർണ്ണ രൂപമെന്ത്? CNGയുടെ പൂർണ്ണ രൂപമെന്ത്? കമേരിക്കൽ നാച്ചുറൽ ഗ്യാസ്. ഉത്തരം പൂർണ്ണമായി ശരിയല്ല. എന്താണ് C എന്ന് പറയുന്നത്? എന്താണ് ഉദ്ദേശിച്ചത്? കൊമേഴ്ഷ്യൽ നാച്ചുറൽ ഗ്യാസ്.
ശരിയല്ല. ടീം ബിയിലേക്ക് പാസ് ചെയ്യുന്നു. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. വെരി ഗുഡ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ടീം ബിക്ക് 3 മാർക്ക് ലഭിക്കും. അടുത്തത് ടീം ബിയോടാണ്. LPGയുടെ മുഖ്യ ഘടകം ഏത്? LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ. വെരി ഗുഡ്. ടീം ബിക്ക് 5 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം എയോടാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ഒരു ഇന്ധനമാണ്, പക്ഷേ ഗാർഹിക ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം എന്താണ്? ഹൈലി എക്സ്പ്ലോസീവ് ആൻഡ് ഇൻഫ്ലേമബിൾ. വെരി ഗുഡ്. ഹൈലി എക്സ്പ്ലോസീവ് ആണ്, അത് പെട്ടെന്ന് തീപിടിക്കുന്നതാണ്, അതുപോലെ അത് സംഭരിച്ച് വെക്കാനും ബുദ്ധിമുട്ടാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഹൈഡ്രജൻ നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്തത്. ടീം എക്ക് 5 മാർക്ക് ലഭിക്കും. ഈ 4 റൗണ്ടും പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും കിട്ടിയ ആകെ മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം. ടീം എ 25 മാർക്കാണ്, ടീം ബിക്ക് 17 മാർക്കാണ്, ടീം സിക്ക് 5 ആണ്, ടീം ഡിക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 34 ആണ്, ടീം ഇക്ക് ലഭിച്ചിരിക്കുന്നത് 20 മാർക്കാണ്. ഈ റൗണ്ട് പൂർത്തിയാകുമ്പോഴും ടീം ഡി തന്നെയാണ് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് 5ാം റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഈ റൗണ്ടിലും ഓരോ ചോദ്യത്തിനും 5 മാർക്കാണ് ലഭിക്കുക. അത് അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ടീമിന് 3 മാർക്ക് ലഭിക്കും. ഇനി ആ ടീമിന് അറിയില്ലെങ്കിൽ മറ്റ് ടീമിന് അത് പറയാം, അവർക്ക് മാർക്കൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. 5ാം റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം എയോടാണ്. പാചകവാതകത്തിന്റെ ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? പാചകവാതകത്തിന്റെ ചോർച്ച മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? മീഥൈൽ മെർക്യാപ്റ്റൻ. ഉത്തരം തെറ്റാണ്. ടീം ബി ഈഥൈൽ മെർക്യാപ്റ്റൻ. ഉത്തരം ശരിയാണ്. ഈഥൈൽ മെർക്യാപ്റ്റൻ. ടീം എ മീഥൈൽ എന്നാണ് പറഞ്ഞു പോയത്. ശരിയായ ഉത്തരം ഈഥൈൽ മെർക്യാപ്റ്റൻ. അപ്പം യഥാർത്ഥത്തിൽ പാചകവാതകത്തിന് ഒരു മണം ഇല്ല. അപ്പം അത് ലീക്കായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചേർത്തിരിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. ടീം ബിക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ബ്ലെവി എന്നാൽ എന്ത്? വാട്ട് യു മീൻ ബൈ ബ്ലെവി? അതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ടീം സിയിലേക്ക് ചോദ്യം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ബോയിലിംഗ് ലിക്വിഡ് ഇലക്ട്രിക് വേപ്പർ എക്സ്പ്ലോഷൻ. അതിൽ ബോയിലിംഗ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് തന്നെയാണോ? ഇത്തരത്തിൽ ആ ഒരു ഈയുടെ അടുത്തുള്ള എക്സ്പ്ലനേഷൻ മാത്രമേ ബാക്കി ശരിയാണ്. ബോയിലിംഗ് ലിക്വിഡ് ഇലക്ട്രിക് വേപ്പർ എക്സ്പ്ലോഷൻ. അതിലെ ബോയിലിംഗ് ലിക്വിഡ് അതിൽ അടുത്ത ടേമിലാണ് ചെറിയൊരു എക്സ്പ്ലനേഷന്റെ വ്യത്യാസം ഉള്ളത്. എക്സ്പാൻഷൻ ഒന്നും ഇവർ പറഞ്ഞിരിക്കുന്നത് ബോയിലിംഗ് ലിക്വിഡ് ഇലക്ട്രിക് വേപ്പർ എക്സ്പ്ലോഷൻ അതാണല്ലേ പറഞ്ഞത്. അവിടെ ക്യാപിറ്റൽ ഇ എന്നുള്ളത് ബോയിലിംഗ് ലിക്വിഡ് ആ അടുത്തതിന്റെ എക്സ്പാൻഷനിലാണ് ചെറിയ വ്യത്യാസം ഉള്ളത്. മറ്റു ടീമുകൾക്ക് അറിയാമെങ്കിൽ പറയാം. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. വെരി ഗുഡ്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ടീം ബി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ തവണ അവർ പറഞ്ഞില്ല. ടീം സിയുടെ ആൻസറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അഭിനന്ദനങ്ങൾ. ടീം സിയോടാണ് ചോദ്യം. സൗരോർജത്തിൽ നിന്നും വൈദ്യുതോർജം ഉണ്ടാക്കുന്ന പ്രതിഭാസത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇൻ സോളാർ സെൽ ദ മെത്തേഡ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ്. സോളാർ സെല്ലിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? അതിന്റെ ആ മെത്തേഡിനെ ആ ഒരു എഫക്റ്റിന് എന്താണ് പറയാ? ന്യൂക്ലിയർ റേഡിയേഷൻ. നോ, ആൻസർ തെറ്റാണ്. ടീം ഡി ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. വെരി ഗുഡ്. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. സോളാർ സെല്ലിലെ നമ്മുടെ അതിൽ PN ജംഗ്ഷൻ ഡയോഡ്സ് ആണ്. അതിൽ പ്രത്യേക ടൈപ്പുള്ള PN ജംഗ്ഷൻ ഡയോഡ്സ് ആണുള്ളത്. അതിൽ N ഭാഗത്ത് സോളാർ എനർജി ലൈറ്റ് അവിടെ വന്ന് പതിക്കുന്ന സമയത്ത് അവിടുന്ന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് അതിനെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ടീം ഡിക്ക് 3 പോയിന്റ് ലഭിച്ചിരിക്കും. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന LDRന്റെ പൂർണ്ണ രൂപം എന്ത്? ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന LDRന്റെ പൂർണ്ണ രൂപം എന്ത്? ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. വെരി ഗുഡ്. ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അതായത് പകൽ സമയത്ത് ഇതിന്റെ പ്രതിരോധം കുറയും. പകൽ സമയത്ത് സൂര്യപ്രകാശം
അതിലേക്ക് പതിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിരോധം കുറയും. അപ്പൊ അങ്ങനെ കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സ്വിച്ച്, സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്വിച്ച് അതിൽ ഓഫ് ആവുകയും അങ്ങനെ രാത്രി ആകുന്ന സമയത്ത് കറണ്ട് അതിന്റെ പ്രതിരോധത്തിൽ വ്യത്യാസം വരികയും അങ്ങനെ സ്വിച്ച് ഓൺ ആവുകയും ചെയ്യും. അങ്ങനെ അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റുകൾ നമുക്ക് എനർജി സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ LDRന്റെ പൂർണ്ണ രൂപം ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ എന്നാണ്. ടീം ഡിക്ക് ലഭിക്കുന്നു 5 പോയിന്റ്. അടുത്തത് ടീം ഇയോടാണ്. CNGയുടെയും LNGയുടെയും മുഖ്യ ഘടകം ഏതാണ്? മീഥേൻ. വെരി ഗുഡ്. മീഥെയിൻ. CNGയിലും LNGയിലും കോമൺ ആയിട്ട് അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം മീഥെയിൻ ആണ്. മീഥെയിൻ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ് അല്ലെ. മീഥെയിൻ ആൽക്കെയിൻ ആണ്, CH4 ആണ് മീഥെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ടീം ഇക്ക് 5 പോയിന്റ് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ക്ലീൻ എനർജിക്ക് ഉദാഹരണം പറയുക. വിൻഡ് എനർജി. വിൻഡ് എനർജി. സോളാർ എനർജി. സോളാർ എനർജി. വെരി ഗുഡ്. ക്ലീൻ എനർജി നമ്മുടെ പരിസ്ഥിതി സൗഹൃദത്തിലുള്ള എനർജിയാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ക്ലീൻ എനർജി എന്ന് പറയുന്നത്. സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, എനർജി ഫ്രം വേവ്സ്, ഇതൊക്കെ ക്ലീൻ എനർജി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ടീം ഇക്ക് ലഭിക്കുന്നു 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നത് എപ്പോഴാണ്? ന്യൂ മൂൺ ഇൻ ഏപ്രിൽ. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ദിവസങ്ങളിലാണ്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് ലഭിക്കുന്നു 5 മാർക്ക്. അടുത്തത് ടീം സിയോടാണ്. ന്യൂക്ലിയർ ഊർജം എന്ത് തരം എനർജിയാണ്? 2 തരം എനർജി നമുക്കറിയാം. അതിൽ ഏത് തരത്തിലാണ് ന്യൂക്ലിയർ ഊർജം വരുന്നത്? ടീം സി. സോളാർ എനർജി. ഉത്തരം തെറ്റാണ്. ടീം ബി. ബ്രൗൺ എനർജി. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. ബ്രൗൺ എനർജി. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ബ്രൗൺ എനർജിയാണ്. നമ്മൾ 2 ടൈപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്രീൻ എനർജി അല്ലെ, ഹരിതോർജം, അതുപോലെ ബ്രൗൺ എനർജി. അതിലെ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള എനർജിയാണ്. ബ്രൗൺ എനർജി എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തെറ്റുന്ന രീതിയിലുള്ള എനർജിയാണ്. അപ്പം ഇതിലെ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ബ്രൗൺ എനർജിയാണ്. ടീം ബിക്ക് ലഭിക്കുന്നു 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നീലയും ചുവപ്പും ചേർന്നാൽ ഏത് കളറാണ് കിട്ടുക? ഏത് ദ്വിതീയ വർണ്ണ സെക്കൻഡറി കളർ ഏത് കളറാണ് നമുക്ക് കിട്ടുക? മജണ്ട. മജന്ത. ഉത്തരം ശരിയാണ്. നീലയും ചുവപ്പും ചേർന്ന നമുക്ക് മജന്ത കിട്ടുന്നുണ്ടാവും. ടീം ബിക്ക് ലഭിക്കുന്നു 5 മാർക്ക്. അടുത്തത് ടീം എയോടാണ്. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ എത്ര സമയം തങ്ങി നിൽക്കും? 1/16 സെക്കൻഡ്. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. 1/16 സെക്കൻഡ് നേരത്തേക്ക് ആ ഒരു ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിൽ നിൽക്കും. ഇതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. കണ്ണിന്റെ ഈ ഒരു കാര്യം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സിനിമ കാണാൻ പറ്റുന്നത്. നമ്മുടെ ബ്രെയിനിൽ 1/16 സെക്കൻഡ് അത് നിലനിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണ് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ്, ഒരു മൂവ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. വെരി ഗുഡ്. ടീം എക്ക് ലഭിക്കുന്നു 5 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ ആകെ 5 റൗണ്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ടോട്ടൽ 50 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആകെ ലഭിച്ചിരിക്കുന്ന മാർക്ക് നമുക്ക് നോക്കാം. ടീം എ നിർമ്മല HSS ചെമ്പേരി, അവർക്ക് ലഭിച്ചിരിക്കുന്നത് 30 മാർക്കാണ്. ടീം ബി സെന്റ് ജോസഫ് HSS വായാട്ടുപറമ്പ, ആകെ 28 മാർക്കുകൾ ലഭിച്ചിരിക്കുന്നു. ടീം സി സെന്റ് ജോസഫ് HS പുളിക്കുറുമ്പ, അവർക്ക് ലഭിച്ചിരിക്കുന്നത് 5 മാർക്കാണ്. ടീം ഡി AVS GHSS കരിവള്ളൂർ, അവർക്ക് ലഭിച്ചിരിക്കുന്നത് 47 മാർക്കാണ്. അതുപോലെ ടീം ഇ GHS റേരോം, അവർക്ക് ലഭിച്ചിരിക്കുന്നത് 30 മാർക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചിരിക്കുന്നത് ടീം ഡി AVS GHSS കരിവള്ളൂരിനാണ്. അഭിനന്ദനങ്ങൾ. 2ാം സ്ഥാനം 2 ടീം പങ്കിട്ടിട്ടുണ്ട്. അത് ടീം എ നിർമ്മല HSS ചെമ്പേരിയും അതുപോലെ ടീം ഇ GHS രേരോമുമാണ്. 2 പേർക്കും 30 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ. 3ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ടീം ബിക്കാണ്. സെന്റ് ജോസഫ് HSS വായാട്ടുപറമ്പ, അവർക്ക് 28 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഈ പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത എല്ലാ ടീമിനും അഭിനന്ദനങ്ങൾ. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം
ബയോളജി പ്രശ്നോത്തരി കേൾക്കാം. ക്യൂസ് മാസ്റ്റർ ഇ അജിത, ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുകുന്ന്. റേഡിയോ ടീച്ചർ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.